എന്റെടാ നിങ്ങൾ വല്ലതും അറിയേണ്ടത് നമ്മുടെ നതന്യാഹുവിന്റെ മോന്റെ കല്യാണം ഉണ്ടല്ലോ അതുകൊണ്ട് മുടങ്ങിപ്പോയി. എന്തൊക്കെ ആയിരുന്നു മൈലാഞ്ചി കല്യാണം, മഞ്ഞൾ കല്യാണം, പുതുക്കം പോക്ക്, ഒക്കെ തീർന്ന് വെഡ്ഡിങ് പുകയൊക്കെ തീർന്നു മക്കളെ തീർന്ന്. ആ പാവം എന്തൊക്കെ ആശകൾ വെച്ചിട്ട് എത്ര കൊല്ലത്തെ പ്രേമായിരുന്നു. അവസാനം എല്ലാം കൂടെ ഈ പറഞ്ഞ ഗസ നിവാസികളും ഈ ഹമാസും പലസ്തീനും എല്ലാവരും കൂടെ ആ കല്യാണം കണ്ട് മുടക്കി കിട്ടിയപ്പോൾ നിങ്ങൾക്കൊക്കെ സമാധാനമായില്ലേ? ആ നിങ്ങളൊക്കെ കാരണം തന്നെ കല്യാണം മുടങ്ങിയത്. ആദ്യം ഒരു കല്യാണ ഉറപ്പ് നടത്തി, അന്ന് ഹമാസുമായിട്ടുള്ള യുദ്ധം, അതോടുകൂടി കല്യാണം അങ്ങോട്ട് നീട്ടിവെച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കല്യാണ ഉറപ്പ് നടത്തി, അപ്പോഴാണ് നമ്മുടെ ഇറാനുമായിട്ടുള്ള യുദ്ധം, വീണ്ടും കല്യാണം അങ്ങ് നീട്ടിവെച്ചു. മൂന്നാമത് കല്യാണം അത് ഇന്ന് കെട്ടും നാളെ കെട്ടും പറഞ്ഞിങ്ങനെ ചെക്കൻ ഇങ്ങനെ വിമ്പരി കൊണ്ട് ഇങ്ങനെ തുടിച്ച് തുടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ നതന്യാഹു അടുത്ത ബോംബ് കൊണ്ടിട്ട് ഖത്തറിൽ കൊണ്ട് പൊട്ടിച്ച് വീണ്ടും യുദ്ധം, അതോടുകൂടി വീണ്ടും കല്യാണം മുടങ്ങി. അതായത് ഇന്ന് കിട്ടും നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്നുള്ള ആ ഒരു സുഖം കിട്ടും എന്നുള്ള വിചാരിച്ച് ഇങ്ങനെ ജീവിച്ചിരുന്ന നതന്യാഹുവിന്റെ മോന്റെ പെണ്ണ്, അതായത് കല്യാണം കഴിക്കാൻ വെച്ച കൊച്ച് പറഞ്ഞു, ഇനി മോനെ എന്നെ കൊണ്ട് വയ്യ, ഇത്ര കാലം ചിറ്റ കാത്തിക്കണത്, എനിക്കും ഇല്ലേ വികാര വിചാരങ്ങളൊക്കെ, അതുകൊണ്ട് നമ്മൾ ഈ കല്യാണം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ വേറെ ആരെങ്കിലും കെട്ടിച്ച് സുഖമായിട്ട് ജീവിച്ചോളാം. നിന്റെ തന്തനെ പോലത്തെ ഒരു തന്ത ഇത്രയും കാലം യുദ്ധം വെച്ച് ഈ പറഞ്ഞ നാട്ടിലെ ആൾക്കാരെ മൊത്തം കൊന്നൊടുക്കി, മക്കളെയും മരുമക്കളെയും ബാക്കിയുള്ള ആൾക്കാരെയും ഫുഡ് കൊടുക്കാണ്ടി ഒക്കെ, അതായത് വംശഹത്യ നടത്തിയ നിന്നെ പോലത്തെ ഒരു മകന്റെ തന്തയുടെ മോന്റെ വൈഫായിട്ട് വരാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ എത്ര എന്ന് പറഞ്ഞാൽ നതന്യാഹുവിന്റെ മോന് അവരുടെ കല്യാണം ഉറപ്പിച്ച് വെച്ച പെങ്കുച്ച് കല്യാണത്തിൽ നിന്ന് പിന്മാറിപ്പോയി. വല്ലാത്തൊരു അടിയായിപ്പോയി. ഇനിയിപ്പോൾ അതിന്റെ കുറ്റം കൂടെ ഈ പറഞ്ഞ ഗസയിലുള്ള ഈ പട്ടിണി പാവങ്ങളുടെ മേലോട്ടും ഖത്തറിലുള്ള ആൾക്കാരുടെ മേലോട്ടും ഇറാനിലുള്ള ആൾക്കാരുടെ മേലോട്ടും ഇടാനാണ് നമ്മുടെ നതന്യാഹുവിന്റെ ഒരു ചെറിയ പ്ലാന്. ഏതായാലും വല്ലാത്തൊരു എന്താ പറയുക, ഭയങ്കര മോശമായി പോയിടാ. ഒന്നൊന്നുമില്ല, എല്ലാ ന്യൂസ് ചാനലിലും വന്നിട്ടുണ്ട്. ദ ജെറുസലേം പോസ്റ്റിൽ ഇന്ന് വന്ന ന്യൂസാണ്. അതായത് അൻവർ ബെഞ്ചമിൻ നെതന്യാഹു ക്യാൻസൽസ് എൻഗേജ്മെന്റ് ഫോർ തേർഡ് ടൈം. മൂന്ന് വട്ടം, അതായത് 3 യുദ്ധങ്ങളാണല്ലോ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ മൂന്നാമത്തെ വട്ടം കൂടെ ആയപ്പം ആ ഒരു എന്താ പറയുക, ഇതങ്ങോട്ട് ക്യാൻസലായി പോയി. ഇനി കല്യാണം ഒന്നും വേണ്ടെന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് NDTV വന്നിട്ട് നമ്മുടെ ഗോദി മീഡിയകളിൽ വരെ ഇത് തന്നെയാണ് പരസ്യം. എന്തെങ്കിലും പറയുന്നത് നെതന്യാഹു സേ സൺസ് വെഡിങ് ഡിലേ എ പേഴ്സണൽ കോസ്റ്റ് ഓഫ് വാർ. അതാണ് പേഴ്സണൽ കോസ്റ്റ് ആണ്, വാറിന്റെ പേഴ്സണൽ കോസ്റ്റ്. വല്ലാത്തൊരു കണ്ടുപിടുത്തങ്ങളില്ലേ. അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. ടൈംസ് ഓഫ് ഇസ്രായേലും അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ ചാനലിലും വന്നിട്ടുണ്ട്. എന്താണ് ചെക്കൻ്റെ കല്യാണം മുഖുദ ഹവ എന്ന് പറയേണ്ടി വരും. കുറേ കാലമായില്ലേ കുന്തം കുറിപ്പിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് പറ്റും നാളെ പറ്റും മറ്റന്നാൾ പറ്റുമെന്ന് പോവും. ആ സമയത്ത് നമ്മുടെ അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ തന്തയാണെങ്കിൽ പോയിട്ട് ഈ പാവപ്പെട്ട ആൾക്കാരുടെ മേലൊക്കെ ബോംബ് ഇട്ട് വരും ചെയ്യും. ഓരോ വട്ടം ബോംബ് തന്ത ഇങ്ങനെ ഓരോ ഗസന്റെ മേല് ഇറാന്റെ മേല് ഖത്തറിന്റെ മേലൊക്കെ ബോംബിടുമ്പം ഇവിടുത്തെ മോൻ കൂർപ്പിച്ച് വെച്ച കുന്തത്തിന്റെ ഈ കൂർപ്പില്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം നമ്മൾ ചെയ്യലേ. എന്തായാലും ന്യൂസിന്റെ കുറച്ച് വാങ്ങളെ കേൾപ്പിച്ചിരങ്ങളെ. ഇത് കേട്ടിട്ട് പാവത്തിന്റെ ഒരു കഷ്ടപ്പാട് അല്ലേ, കുന്തം കുറിപ്പിച്ചിരിക്കുന്നല്ലാണ്ട് ഒന്നും നടക്കാത്തൊരവസ്ഥ. അതിൽ കേട്ടു. ഗസ ഓപ്പറേഷൻ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ബെന്യാമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ അതിജീവനത്തിന് വേണ്ടിയാണെന്നാണ് ഇസ്രായേലിൽ തന്നെ പരക്കെയുള്ള സംസാരം. സൈന്യം മുതൽ പ്രതിപക്ഷ പാർട്ടികളും ബന്ദികളുടെ ബന്ധുക്കളുമെല്ലാം ഇതേ കാര്യം പരസ്യമായി പറഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ IDF മൊസാദ് എതിർപ്പുകളെല്ലാം അവഗണിച്ച് നെതന്യാഹു ഖത്തറിനെ ആക്രമിക്കാൻ തീരുമാനിച്ചതിലും ഇതേ കാരണമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. എണ്ണമറ്റ അഴിമതി കേസുകളിൽ നെതന്യാഹുവിനെ ജയിലറകൾ കാത്തിരിപ്പുണ്ട്. ഖത്തർ ആക്രമണം നടന്ന അതേ ദിവസവും ആ കേസുകളിലൊന്നിൽ നെതന്യാഹുവിന് കോടതി കയറിയിറങ്ങേണ്ടി വന്നു. ഒരു ഭാഗത്ത് നെതന്യാഹു സ്വന്തം കാര്യം സുരക്ഷിതമാക്കുമ്പോൾ മറുഭാഗത്ത് ജീവിതം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനുണ്ട്. ഇതേ നെതന്യാഹു കുടുംബത്തിൽ തന്നെ അവനർ നെതന്യാഹു. നിരന്തര യുദ്ധങ്ങൾ കാരണം പലതവണ അവനറിന്റെ വിവാഹം മുടങ്ങിയിരുന്നു. ഇപ്പോഴിതാ ആ ബന്ധത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങിയിരിക്കുകയാണ് അവനറിന്റെ ദീർഘകാല പങ്കാളി അമിത് യാർദേനി. ആ വാർത്ത വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. ഒക്ടോബർ 7 ഗസ ആക്രമണം, ഹെസ്ബുല്ല ഓപ്പറേഷൻ, ഇറാൻ യുദ്ധം, ഒടുവിൽ ഖത്തർ ആക്രമണവും. ഒന്നിനു പിറകെ ഒന്നായി സംഘർഷങ്ങളിൽ നിന്ന് സംഘർഷങ്ങളിലേക്ക് പോകുകയാണ് ഇസ്രായേൽ. എല്ലാം നെതന്യാഹു ഭരണകൂടം തന്നെ വരുത്തിവെച്ച യുദ്ധങ്ങളും സംഘർഷങ്ങളും. ഇറാൻ ആക്രമണത്തിൽ നിന്ന് മാത്രമാണ് ഇസ്രായേൽ ഊരിപ്പോരാൻ അല്പം വ്യഗ്രത കാട്ടിയത്. ഒടുവിൽ US-നോട് കേണപേക്ഷിച്ച് ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഇറക്കിയാണ് ആക്രമണം അവസാനിപ്പിച്ചത്. എന്നാൽ ഗസയിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുകയാണ് ഓരോ ദിവസവും. മുനമ്പിലെ പ്രശ്നങ്ങൾക്ക് അവസാനം കാണാനെന്ന പേരിൽ ഏറ്റവും അവസാനം ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറും നെതന്യാഹുവിന് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് നേരിട്ട് മുടക്കുന്നതിന് പകരം ചർച്ചകൾ പൊളിക്കാനായി മധ്യസ്ഥ രാജ്യമായ ഖത്തറിന്റെ മണ്ണിൽ തന്നെ അവർ ബോംബിട്ടത്. അതും US നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്ന ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടും. സംഘർഷങ്ങൾ അങ്ങനെ ഒടുക്കമില്ലാതെ തുടരുമ്പോൾ അപ്പുറത്ത് 2
യുവമിഥുനങ്ങളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് അനന്തമായി നീണ്ടുപോകുന്നത്. വിവാഹം കഴിച്ച് ഒന്നിച്ചു കഴിയാനുള്ള അവ്നറിന്റെയും അമിത് യാർദേനിയുടെയും ദാമ്പത്യ മോഹങ്ങളാണ് സ്വന്തം പിതാവിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കപ്പെട്ടിരിക്കുന്നത്. യുദ്ധം കാരണം 2 തവണ വിവാഹ ചടങ്ങ് മാറ്റിവെക്കപ്പെട്ടു. അതിനിടയിൽ ആർഭാടപൂർവ്വം മൈലാഞ്ചി കല്യാണം നടന്നു. പക്ഷേ യുദ്ധമെല്ലാം കെട്ടടങ്ങി കല്യാണം കഴിക്കുക അവർക്ക് മുന്നിൽ സ്വപ്നമായി മാറുകയായിരുന്നു. 2024 നവംബർ 26-നായിരുന്നു അവ്നറിന്റെ വിവാഹം ആദ്യം നിശ്ചയിച്ചിരുന്നത്. അന്ന് തിരിച്ചടിയായത് ഹിസ്ബുല്ല ആക്രമണമായിരുന്നു. ഹിസ്ബുല്ലയുടെ ആക്രമണം ഉണ്ടായേക്കാമെന്ന ഭീതിയിൽ ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു അന്ന്. ചടങ്ങിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നെതന്യാഹുവിന്റെ സ്വകാര്യ വസതി ലക്ഷ്യമിട്ട് ഹിസ്ബുല്ല ആക്രമണം നടന്നിരുന്നു. മെഡിറ്ററേനിയൻ നഗരമായ സീസറയിലെ വീടിന് നേരെയായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ച ആക്രമണം. ഇസ്രായേൽ നിരീക്ഷണ സംവിധാനങ്ങളുടെ എല്ലാം കണ്ണ് വെട്ടിച്ചായിരുന്നു ഹിസ്ബുല്ല ഡ്രോണുകൾ അവിടെ എത്തിയത്. ഡ്രോൺ ആക്രമണത്തിൽ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് കടുത്ത സുരക്ഷാ ഭീഷണിയിലായിരുന്നു നെതന്യാഹു. സൈന്യം നെതന്യാഹുവിന്റെയും കുടുംബത്തിന്റെയും സുരക്ഷ ശക്തമാക്കി. ദിവസങ്ങളോളം ബങ്കറിലാണ് അദ്ദേഹവും കുടുംബവും കഴിഞ്ഞതെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ തുറന്ന സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ പൊതുവേദിയിൽ എവിടെയെങ്കിലും വെച്ച് വിവാഹ ചടങ്ങ് നടത്തുന്നത് ആത്മഹത്യാപരമാകുമെന്നായിരുന്നു ഇന്റലിജൻസ് മുന്നറിയിപ്പ്. അങ്ങനെ അവ്നറിന്റെ ആദ്യത്തെ മാംഗല്യ സ്വപ്നങ്ങൾ ഹിസ്ബുല്ല ഭീഷണിയിൽ കത്തിയെരിഞ്ഞു. അടുത്തത് ഇക്കഴിഞ്ഞ ജൂൺ 2-ാം വാരമായിരുന്നു. അന്ന് പക്ഷേ സ്ഥിതിഗതികൾ അല്പം കൂടി ഗുരുതരമായിരുന്നു. ഇറാനിൽ ഇസ്രായേൽ വമ്പൻ വ്യോമാക്രമണം നടത്തിയ സമയമായിരുന്നു അത്. ഇറാൻ സൈന്യത്തിലെ ഏറ്റവും പ്രധാന ചുമതലകളിൽ ഉണ്ടായിരുന്നവരെല്ലാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. തൊട്ടുപിന്നാലെ ഇറാന്റെ ശക്തമായ തിരിച്ചടിയുമുണ്ടായി. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് തെല്ലവീവും ജെറുസലേമും ഹൈഫയുമെല്ലാം ലക്ഷ്യമിട്ട് വർഷിച്ചത്. അവിടങ്ങളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളും മൊസാദിന്റെ ആസ്ഥാനം വരെ ആക്രമിക്കപ്പെട്ടു. സൈനിക താവളങ്ങളും ഒട്ടും സുരക്ഷിതമായിരുന്നില്ല. നിരവധി പാർപ്പിട സമുച്ചയങ്ങളും നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ചാരമായി മാറി. ഇസ്രായേലിന്റെ കേളികേട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ട നാളുകളായിരുന്നു അത്. അയൺ ഡോം, ഏരോ, ഡേവിസ്ലിംഗ് എന്നിങ്ങനെയുള്ള ഇസ്രായേലിന്റെ സ്വന്തം മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങളും അമേരിക്ക നൽകിയ താടുമെല്ലാം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് മുന്നിൽ നോക്കുകുത്തിയായി. പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധമുനമ്പിൽ നിർത്തിയ ആ ആക്രമണത്തിനിടെയായിരുന്നു അവ്നറിന്റെ വിവാഹം മാറ്റി നിശ്ചയിച്ചിരുന്നത്. സെൻട്രൽ ഇസ്രായേലിലെ യാക്കൂബി കിബൂച്ചിലുള്ള അത്യാഡംബര വേദിയിൽ ജൂൺ 16-നായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത്. ഇത്തവണ ഇറാന്റെയും ഹമാസിന്റെയും ഭീഷണി മാത്രമല്ല, നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഗസയിൽ ബന്ദികളും സൈനികരും നരകിക്കുമ്പോൾ നെതന്യാഹു മകന്റെ കല്യാണം അത്യാഡംബരങ്ങളോടെ ആഘോഷിക്കുകയാണെന്ന് വലിയ വിമർശനം ഉയർന്നു. ഒടുവിൽ ഒരിക്കൽ കൂടി സുരക്ഷാ ഭീഷണികളെ തുടർന്ന് ചടങ്ങ് മാറ്റിവെക്കേണ്ടി വന്നു. ഇപ്പോഴത്തെ അവ്നറിന്റെ പങ്കാളി യാർദേനി ബന്ധത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി പിന്മാറിയെന്നാണ് ഇസ്രായേൽ ഹായും റിപ്പോർട്ട് ചെയ്യുന്നത്. ദീർഘകാലമായി ലിവിംഗ് ടുഗദറിലായിരുന്നു അവ്നറും യാർദേനും. ഒരുമിച്ചായിരുന്നു ഇരുവരും ഇത്രയും കാലം താമസിച്ചിരുന്നത്. എന്നാൽ അവ്നറിന്റെ അപ്പാർട്ട്മെന്റ് വിട്ട് യാർദേനി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നോയ് ബാർ എന്ന മുൻ കാമുകി ബന്ധത്തിൽ നിന്ന് പിന്മാറിയ ശേഷമാണ് യാർദേനുമായി അവ്നർ അടുക്കുന്നത്. 2022-ലാണ് ഇരുവരും സമൂഹ മാധ്യമങ്ങളിലൂടെ സൗഹൃദം പരസ്യമാക്കുന്നതും. 3 വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ കാമുകിയും അവ്നറുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. നിങ്ങൾ കേട്ടില്ല, ഇതൊക്കെയാണ് സ്റ്റോറി. എത്ര കാലം ചിറ്റാണ് നമ്മൾ മനുഷ്യനെ വികാര ജീവിയല്ലേ, നമ്മുടെ ഉമ്മറ പറഞ്ഞ പോലെ. അപ്പോൾ ഈ വികാര ജീവികൾക്ക് വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇതിങ്ങനെ ഓരോ കൊല്ലം യുദ്ധം 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 എന്നും പറഞ്ഞിട്ട് വികാരം നീട്ടിവെക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അവസാനം മുട്ടുമടക്കി, അതായത് നമ്മുടെ അവ്നർ നെതന്യാഹുവിന്റെ വൈഫ് മുട്ടുമടക്കി പറഞ്ഞു, എൻ്റെ അവ്നറെ ഇജ്ജ് വേറെ എന്തെങ്കിലും വല്ല പരിപാടിക്കും പൊക്കോ, ഞാൻ പറയുന്നില്ല, വേറെ വല്ല പരിപാടിക്കും പൊക്കോ, എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് ഏതെങ്കിലും നല്ല ചെക്കന്മാരെ കെട്ടി സുഖമായിട്ട് ജീവിക്കട്ടെ. നീയും നിന്റെ തന്തയും കൂടെ, അല്ലെങ്കിൽ നിന്റെ തന്ത ഗസയിലും അവിടെയും ഇവിടെയൊക്കെ ഈ പാവപ്പെട്ട ആൾക്കാരെ കൊന്നു ഇവരുടെയൊക്കെ ശാപം മൂത്ത് നിന്നെക്കൊണ്ട് നടക്കൂലല്ലോ, നിന്നെക്കൊണ്ട് പരിപാടി നടക്കൂല. അതുകൊണ്ട് ഞാൻ ഏതായാലും വേറെ കല്യാണം കഴിക്കാൻ പോവാണെന്നും പറഞ്ഞിട്ട് അവനറിൻ്റെ ഇത്രയും കാലത്തെ പ്രണയ സാഫല്യമായി കിട്ടിയെന്ന് വിചാരിച്ച പെണ്ണ് പ്രണയ ബോംബായിട്ട് പൊട്ടി. ഞാൻ അവനിറങ്ങാനും തൂങ്ങിച്ചാവും എന്നുള്ളത് പേടി. കാരണം നമ്മുടെ ഇസ്രായേലിലെ പല സൈനിക ഉദ്യോഗസ്ഥന്മാരും ആത്മഹത്യ, സൂയിസൈഡ്. കാരണം എന്താ അറിയോ, അവന്മാർ ഈ ഗസയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പാവപ്പെട്ടവരെ കൊന്നുന്നത് കണ്ടിട്ടേ ഈ ഉള്ളിലുള്ള മനുഷ്യത്തെ അറിയാണ്ട് പുറത്തോട്ട് വന്ന് സഹിക്കാൻ പറ്റാണ്ട്, കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റാണ്ട്, കുടുംബവും വൈഫും ഹസ്ബൻഡും അല്ലെങ്കിൽ മക്കളും നിൽക്കാൻ പറ്റാണ്ട് ഇസ്രായേലിലെ ഒരു വലിയ വിഭാഗം സൈന്യത്തിലെ ആൾക്കാർ, അതായത് ജസ്റ്റ് 20, 25, 30 വയസ്സുള്ള പയ്യന്മാർ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഈ പെണ്ണിൻ്റെ കാര്യം പറയണോ? ഇത്രയും കാലം കെട്ടും പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് അവസാനം ഒരു നിലക്കും നടക്കുന്നില്ല. ഈ ചെറ്റയാണെങ്കിൽ യുദ്ധം നിർത്തുന്നില്ല. ഈ താന്തപ്പിടി യുദ്ധം നിർത്താന്ന് കഴിഞ്ഞാൽ ഇന്നെക്കൊണ്ട് ഇതൊന്നും നടക്കൂല, വികാരങ്ങൾ ഇനി എന്നോട് പിടിച്ചു വെക്കാൻ പറ്റില്ല, അണ പൊട്ടി പുറത്തോട്ട് വരും എന്നുള്ള അവസ്ഥ എത്തിയപ്പം നമ്മുടെ ചെക്കൻ്റെ പെണ്ണ് അവളെ വൈക്കിങ്ങോട്ട് പോയി. അവളെ കുടുംബക്കാരും അതാ നല്ലത്, മുളച്ചിങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് മാറ്റി നിർത്തി. ഇപ്പം നമ്മുടെ നെതന്യാഹു മുഞ്ചി. അപ്പോൾ ഈ നെതന്യാഹുവിൻ്റെ ചെക്കൻ മുഞ്ചി, കുടുംബം മൊത്തം മുഞ്ചി. ഇപ്പോൾ ലാസ്റ്റ് കൊണ്ട് ഖത്തറിലിട്ട ബോംബ്, അതായത് അതിനേക്കാൾ വലിയ മുഞ്ചലായിപ്പോയി. 5 ഹമാസിൻ്റെ മെയിൻ നേതാക്കളെ പിടിക്കാൻ വെച്ചാൽ അതിൽ ഒന്നും പറ്റിയില്ല. അതോടുകൂടി അതും കൂടെ മുഞ്ചി മൊസാദ് വരെ കുറ്റം പറഞ്ഞ് നമ്മുടെ നെതന്യാഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലരവാണം നമ്മുടെ ഈ ചെക്കനെ എന്താ ഇതിനൊക്കെ പറയലേ. ഏതായാലും ചെക്കൻ്റെ കല്യാണമായിട്ട് മുടങ്ങിപ്പോയിട്ടുണ്ട്.
ഞാർക്കെങ്കിലും പെണ്ണ് കിട്ടാത്ത ചരക്ക് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ സംഘികളുടെ കൂട്ടത്തിലെ നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ കാണുമായിരിക്കും ഈ സംഘി എന്നുള്ള പേര് കേട്ടിട്ട് പെണ്ണൊന്നും കിട്ടാണ്ട് അല്ല ചെക്കനൊന്നും കിട്ടാണ്ട് നടക്കണ കുറേ ഐറ്റംസ് ഉണ്ടാവും പുറേ നിറഞ്ഞ് നിൽക്കണേ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നതന്യാഹുവിൻ്റെ ചെക്കനൊന്ന് പെണ്ണാലോചിച്ച് നോക്കുക. കെട്ടിക്കാൻ പറ്റാൻ അറിയില്ല, യുദ്ധങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കിട്ടുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒരു സമാധാനത്തിനുള്ള സംഖ്യ സുഖം കിട്ടും നിങ്ങൾക്ക് നതന്യാഹുവിൻ്റെ കയ്യിൽ നിന്ന്. അതായത് ഈ ജൂതൻ്റെ ചന്തി നക്കി എന്നുള്ളൊരു സുഖം കിട്ടും എന്നുണ്ടെങ്കിൽ ഒരു കല്യാണം ആലോചിക്കുന്നത് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മലർവാണ സംഖ്യകൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.